ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി ടെർമിനലിനും ആക്രമണം ഉണ്ടായിരിക്കുന്നു. സൗദി അരാംകോ റാസ് ടെനൂറ റിഫൈനറിയിലാണ് തീപിടുത്തം ഉണ്ടായത്. ഷഹദ് 136 ഡ്രോൺ ആക്രമണമെന്നാണ് നിഗമനം. ഡ്രോണുകളെ പ്രതിരോധിച്ചെങ്കിലും അവശിഷ്ടങ്ങൾ പതിച്ചാണ് തീപിടുത്തം ഉണ്ടായത്. മുൻകരുതൽ നടപടിയായി സൗദി അരാംകോ അടച്ചുപൂട്ടി. ആക്രമണത്തിൽ ആളപായം ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. डेंजर हो गया यार। डेंजर हो गया यार। ഇതാണ് പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങളാണ്. ഈ സൗദി അരാംകോ റിഫൈനറിക്ക് നേരെ ഉണ്ടായ ഡ്രോൺ ആക്രമണമാണ്. ഇത് 2 ഡ്രോണുകളാണ് തൊടുത്തത് എന്നുള്ളതാണ്. മനു, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക നിറയുന്ന ഒരു സിറ്റുവേഷനാണ്. ഈ എണ്ണ ഉൽപാദനത്തെ ബാധിക്കുമോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. സ്വാഭാവികമായും അത് വലിയ ആശങ്കയ്ക്ക് വഴിവെക്കുന്നു. തുടർ ആക്രമണങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് സൗദി അറേബ്യ ഇപ്പോൾ ആശങ്കപ്പെടുന്നത്. ഏതായാലും ഈ ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഒരു ആശ്വാസ വാക്കായി അവർ മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ ഏതായാലും ഇതിൽ ഒരു കാര്യം, ഈ ഹെസ്ബുള്ളയുടെ ആക്രമണത്തിനോട് ഒരു തരത്തിലും അത് അംഗീകരിക്കാൻ കഴിയില്ല. ശക്തമായി തിരിച്ചടിക്കുമെന്ന തുടരെയുള്ള പ്രസ്താവനകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. IDFൻ്റെ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ വക്താവ് കേണൽ നദാവ് ഷോഷാനി പറയുന്നത്, ഇനിയും ഹെസ്ബുള്ള കേന്ദ്രങ്ങൾ തങ്ങൾ ലക്ഷ്യമിട്ടിട്ടുണ്ട്. അവിടേക്കെല്ലാം ആക്രമണം വ്യാപിപ്പിക്കുന്നതിനുള്ള നടപടികൾ ആക്രമിക്കുന്നു എന്നാണ് പറയുന്നത്. ഓവർനൈറ്റ് IDF carried out retaliatory strikes in several Hezbollah targets in Lebanon എന്ന് വ്യക്തമാക്കുന്നു. അത് ഇനിയും തുടരും. കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്ററുകളിലേക്കുള്ള ആക്രമണം തുടരും എന്ന് പറയുന്നു. ലോഞ്ച് സൈറ്റുകളിലേക്ക് ആക്രമണം തുടരും എന്ന് പറയുന്നു. ഏറ്റവും സീനിയർ ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകളെ അറ്റാക്ക് ചെയ്യും എന്നും ഉറപ്പിച്ച് വ്യക്തമാക്കുകയാണ്. പക്ഷേ ലോകത്തിൽ ഇപ്പോൾ ഏറ്റവും ആശങ്ക പരത്തുന്ന ഒരു വിവരം, അത് ഈ അവിടെ ആണവ പ്രസരണം ഉണ്ടാകുന്നുണ്ടോ എന്നതാണ്. ഏതായാലും ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി ഇറാനിൽ ഈ നത്തൻസിൽ ഉണ്ടായിട്ടുള്ള ആക്രമണത്തെ സംബന്ധിച്ച് വിവരങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു. ഏത് തരത്തിലാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത് എന്നതിൻ്റെ സൂക്ഷ്മ വിശദാംശങ്ങൾ പരിശോധിക്കുന്നു. റഫേൽ ഗ്രോസി, ഈ IAEAയുടെ ചീഫാണ് റഫേൽ ഗ്രോസി പറയുന്നത്, ഇത് വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന വിവരങ്ങൾ അവിടെ നിന്ന് പുറത്തു വരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലും US-ഉം ഒരു സംയമനം പാലിക്കാൻ, ഈ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിൽ എങ്കിലും ഒരു സംയമനം പാലിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. അതേസമയം ടെഹ്റാനും അല്ലെങ്കിൽ ഇറാനും ഈ തിരിച്ചടിക്കുന്ന നടപടികളിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരണം. പരസ്പരം ആക്രമണം നടത്തുന്ന ഈ ഇരു വിഭാഗവും ഒരു നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചില്ലെങ്കിൽ ഇത് അങ്ങേയറ്റത്തെ പ്രതിസന്ധിയിലേക്ക് വഴിവെക്കും എന്നതാണ് അവർ വ്യക്തമാക്കുന്നത്. ആണവ കേന്ദ്രത്തിലേക്ക് നടന്ന ആക്രമണമാണ് ഏറ്റവും ഗൗരവമേറിയത് എന്നതാണ്. രണ്ടാമത്തത് ഹരി സൂചിപ്പിച്ചതുപോലെ ഈ എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങളിലേക്ക് നടക്കുന്ന ആക്രമണം, അതും ഒരളവ് വരെ വലിയ തോതിലുള്ള രൂക്ഷമായ പ്രതിസന്ധികൾക്ക്, നാശനഷ്ടങ്ങൾക്ക് വഴിവെക്കും. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ തുടരും. അത് പെട്ടെന്ന് തന്നെ ഒരുപക്ഷെ അത് അഗ്നിബാധയും അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വലിയ ആളപായം സംഭവിക്കുന്ന തരത്തിലേക്കുള്ള അപകടങ്ങളിലേക്ക് അത് നീങ്ങാം. ഏതായാലും പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഏറ്റവും നിർണായകമായി നിൽക്കുന്നത് ഈ ആണവ കേന്ദ്രത്തിലേക്ക്, നത്താൻസിലെ ആണവ കേന്ദ്രത്തിലേക്ക്, ആണവോർജ്ജ കേന്ദ്രത്തിലേക്ക് ആക്രമണം നടന്നതിനെ സംബന്ധിച്ചാണ്. ഏതായാലും വിയന്നയിൽ ചേർന്ന ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയുടെ ഒരു എക്സ്ട്രാ ഓർഡിനറി സെഷൻ, ഇതിൽ ഇറാഖിലെ ഈ പ്രശ്നത്തെ സംബന്ധിച്ചുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി സെഷൻ ചേർന്ന് അതിൽ റഷ്യ ഒരു പ്രധാന ആവശ്യം വയ്ക്കുന്നു. ഈ പ്രശ്നം പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങണം. ഇതിൽ ഈ യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള എല്ലാ വിഭാഗങ്ങളും പരമാവധി സംയമനം പാലിച്ചുകൊണ്ട് ഇത് ഈ ആണവ ഊർജം
പ്രസരണം, അവിടേക്കുള്ള ആക്രമണം ഇതൊക്കെ ഇനി തുടരാതിരിക്കാനുള്ള ഒരു ജാഗ്രത പുലർത്തണം എന്ന് റഷ്യ ഇന്റർനാഷണൽ ആറ്റമിക് എനർജി അസോസിയേഷൻ്റെ ഏജൻസിയുടെ വിയന്ന അസോസിയേഷനിൽ വ്യക്തമാക്കുന്നു. ഇത് എത്ര കണ്ട് രാജ്യങ്ങൾ ഉൾക്കൊള്ളും എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക നിറയുന്ന സിറ്റുവേഷനാണ്. യുദ്ധം അതിൻ്റെ ഏറ്റവും വലിയ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഹിസ്ബുള്ളയ്ക്ക് നേരെ കൃത്യമായ ഓരോ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. IDFന്റെ ഭാഗത്തു നിന്നും കൃത്യമായി തന്നെ വെല്ലുവിളികൾ ഹിസ്ബുള്ളയ്ക്ക് നേരെയും ഉയരുന്നൊരു സാഹചര്യമുണ്ട്. ഓരോ നിമിഷവും നിർണായകമായ പല വിവരങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.